ഇതൊരു ടൈപ്പ് 2 ഇന്നോവയാണ്. നമ്മളിപ്പോൾ ഇന്ന് ഇതിനകത്ത് ഈ നോർമൽ സൈഡ് മിറർ മാറിയിട്ട് ഓട്ടോ ഫോൾഡിംഗ് ഉള്ള ഇൻഡിക്കേറ്റർ ഉള്ള മിറർ ഫിറ്റ് ചെയ്യാൻ പോവാം. ഇതാണ് ടൈപ്പ് 2 ഇന്നോവയ്ക്ക് വരുന്ന ജി മോഡൽ വണ്ടിക്ക് വരുന്ന സൈഡ് മിറർ. ഇത് നോർമലാണ്, ഇതിനകത്ത് ഇൻഡിക്കേറ്റർ വരുന്നില്ല, ഓട്ടോ ഫോൾഡിങ്ങും വരുന്നില്ല. ഇത് റൈറ്റ് സൈഡ് മിറർ. അപ്പോൾ ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് കമ്പനി സ്വിച്ച് തന്നെയാണ്. ഇതാണ് നമ്മുടെ കമ്പനി സ്വിച്ച് വരുന്നത്. ഇതിൽ മിറർ ലെഫ്റ്റ് റൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷേ ഓട്ടോ ഫോൾഡിംഗ് സ്വിച്ച് ഇതിനകത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സ്വിച്ച് മാറ്റി ഓട്ടോ ഫോൾഡിംഗ് സ്വിച്ച് കയറ്റി ഓട്ടോ ഫോൾഡിംഗ് റിലേ കയറ്റി നമ്മൾ താക്കോലെ ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ, ഇതാണ് ഇതിൻ്റെ താക്കോല് വരുന്നത്. ഈ ഒരു കീയിൽ നമ്മൾ ലോക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മിറർ മടങ്ങുന്ന രീതിയിൽ ചെയ്യുക. ഈ താക്കോല് നമ്മൾ ലോക്ക് ചെയ്യുമ്പോഴത്തേക്കും വണ്ടി ലോക്ക് ആവുന്നുണ്ട്, അൺലോക്ക് ചെയ്യുമ്പോഴത്തേക്കും അൺലോക്കും ആവും. അപ്പോൾ ഈ അൺലോക്ക് ചെയ്യുമ്പോൾ മിറർ ഓപ്പൺ ആവുകയും ലോക്ക് ചെയ്യുമ്പോൾ നമ്മൾ ക്ലോസ് ആവുന്ന രീതിയിലാണ് ഇപ്പം കോൺഫിഗർ ചെയ്യാൻ പോകുന്നത്. മിററിൻ്റെ സ്വിച്ച് നമ്മൾ ഇങ്ങനെയാണ് മാറുന്നത്. അതായത് നോർമൽ സ്വിച്ച് മാറി ഫോൾഡിംഗ് സ്വിച്ച് ഉള്ള ഒറിജിനൽ ടൈപ്പിൻ്റെ സ്വിച്ച് തന്നെയാണ് നമ്മൾ വയ്ക്കുന്നത്. ഇവിടുന്ന് സോക്കറ്റിൽ നിന്ന് അഴിച്ചെടുക്കും. അതുപോലെ ഈ മിറർ നമ്മൾ സെറ്റ് ചെയ്യും. ഇത് ശരിക്കും ഫോർച്യൂണറിനാണ് ഈ ടൈപ്പ് സ്വിച്ച് വരുന്നത്. അത് നമ്മൾ ഇന്നോവയിലോട്ട് സൂട്ടാക്കി എടുക്കുക ചെയ്യുന്നത്. സ്വിച്ചിൻ്റെ ബാക്ക് സൈഡ് നോക്കുമ്പം ഇത് പുതിയ സ്വിച്ചാണ്. ഇതിനകത്ത് 10 പിന്ന് വരുന്നുണ്ട്, ഇതിനകത്ത് 8 പിന്നേ വരുന്നുള്ളൂ. 2 പിന്ന് കുറവാണ് റൈറ്റ് സൈഡിൽ കണ്ടോ. അപ്പം അത് നമ്മൾ എക്സ്ട്രാ വയർ വലിച്ചെടുത്തിട്ടായിരിക്കും ഈ പറഞ്ഞ ഫോൾഡിംഗ് കണക്ഷൻ സെറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്ന മിറർ. ഇത് നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിൽ ഇൻഡിക്കേറ്റർ വരുന്ന നല്ല ഒറിജിനൽ ക്വാളിറ്റി സാധനമാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓൾറെഡി കമ്പനി വയർ പോലെ സോക്കറ്റും ഉണ്ട്. അതിൻ്റെ സൗണ്ട് ഇൻസുലേറ്റർ കാര്യങ്ങളെല്ലാം കമ്പനി സ്പെക്കിൽ തന്നെയാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ്. മിററാണെങ്കിലും കോൺവെക്സ് മിററാണ് വരുന്നത്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഓൾറെഡി അത് പിയാനോ ബ്ലാക്ക്, നോർമൽ മിററെല്ലാം വരുന്നത് അൺപെയിൻറ്റഡ് ആണ്. ഇത് ഓൾറെഡി പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് വരുന്നത്. നമുക്ക് ഡയറക്റ്റ് വണ്ടിയിൽ ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ പണി തുടങ്ങി. ഇതിപ്പോൾ ഓൾറെഡി കൺവേർഷൻ ചെയ്യാനുള്ള വണ്ടിയാണ്. സൈഡ് മിറർ ഇലക്ട്രിക് ഫോൾഡിങ് ഫിറ്റ് ചെയ്തു, 2 സൈഡും മിറർ ഫിറ്റ് ചെയ്തു. ഇതാണ് നമ്മൾ ഫോൾഡിംഗ് യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇത് അതിൻ്റെ ഹെഡ് യൂണിറ്റ് ആണ്. ഇതിനകത്തോട്ടാണ് അതിൻ്റെ മെയിൻ വയർ കാര്യങ്ങളെല്ലാം വരുന്നത്. അതുപോലെ ഇത് നമ്മൾ വെച്ചിരുന്ന പുതിയ സ്വിച്ച്. ഈ സ്വിച്ചിൻ്റെ കണക്ഷൻ ഡയറക്റ്റ് കപ്ലിംഗ് ഫിറ്റിംഗ് ആണ്. ഈ സ്വിച്ചിൽ നിന്നുള്ള കണക്ഷൻ എടുത്ത് വണ്ടിയുടെ കണക്ഷൻ കൊടുത്തു. വണ്ടിയുടെ കണക്ഷൻ ഡയറക്റ്റ് പോവുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ് യൂണിറ്റിലോട്ടുള്ള കണക്ഷൻ വന്നിട്ടുണ്ട്. ഇതാണ് റിമോട്ട് കീയിൽ ഫോൾഡിംഗ് ആൻഡ് അൺഫോൾഡിംഗ് വർക്ക് ചെയ്യുന്ന യൂണിറ്റ്. മിററിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞു, സ്വിച്ചും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഈ സ്വിച്ചിനകത്ത് നമ്മളിപ്പോൾ ഇതിൽ ഞെക്കി കഴിഞ്ഞാൽ സ്വിച്ചിൽ വർക്ക് ചെയ്യും. സ്വിച്ചിൽ ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മിറർ ഓട്ടോ ഫോൾഡിംഗ് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ ഇതിപ്പോൾ സ്വിച്ചിൽ വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ സെയിം സാധനം നമുക്ക് താക്കോല് കീയിലും വർക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ കൺവേർഷൻ വർക്കും കഴിഞ്ഞു. വണ്ടിയുടെ മിററും ഫിറ്റ് ചെയ്തു. ഇതിനകത്ത് വണ്ടി ടൈപ്പ് 2 ആയിരുന്നു. വണ്ടി ടൈപ്പ് 4ലോട്ട് കൺവേർഷൻ ചെയ്ത് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്, ഗ്രില്ല്, LED ഫോഗ് ലാമ്പ് എല്ലാം സെറ്റ് ചെയ്തു. അതുപോലെ സൈഡ് മിറർ ഇലക്ട്രിക് ഫോൾഡിംഗ് ഉള്ളത് ഫിറ്റ് ചെയ്തു, 2 സൈഡും ഫിറ്റ് ചെയ്തു. അതുപോലെ അതിൻ്റെ സ്വിച്ച്, ഫോൾഡിംഗ് സ്വിച്ച് കമ്പനി വരുന്ന പോലത്തെ ഒറിജിനൽ ടൈപ്പിൽ വരുന്ന ഫോൾഡിംഗ് സ്വിച്ചും ഫിറ്റ് ചെയ്തു. ഈ ഒരു സ്വിച്ചിലാണ് നമ്മൾ ഫോൾഡിങ് ആൻഡ് അൺഫോൾഡിങ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ റിമോട്ട് താക്കോലിൽ റിമോട്ട് കീയിൽ ഫോൾഡിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്.